ഹായ്, നമസ്കാരം. നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്യാനും ഇമെയിൽ റിസീവർക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ OTP വെരിഫിക്കേഷൻ ചെയ്യാനും ഉള്ള പ്രോസസ്സാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ അയക്കുന്ന മെയിൽ റിസീവറുടെ ഇൻബോക്സിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ റിമൂവ് ചെയ്യപ്പെടും. OTP വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അയക്കുന്ന മെയിൽ നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് തുറക്കുന്നതെന്ന് എൻഷുർ ചെയ്യാനും പറ്റും. ഇത് വെബ് ബ്രൗസർ വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ സാധാരണ ഒരു ഇമെയിൽ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം കമ്പോസിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ ആർക്കാണ് അയക്കാനുള്ളത് അയാളുടെ ഇമെയിൽ ID ടൂല് കൊടുക്കുകയും സബ്ജക്റ്റ് കൊടുക്കുകയും ബാക്കി നമ്മുടെ കണ്ടന്റ്സ് ആഡ് ചെയ്യുകയും ചെയ്തതിനു ശേഷം സെൻഡ് ചെയ്യാറാണ് പതിവ്. ഓക്കെ. നമ്മൾ നമ്മുടെ കമ്പോസ് വിൻഡോ നോക്കുകയാണെങ്കിൽ താഴെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, കോൺഫിഡൻഷ്യൽ മോഡ് എന്ന് പറഞ്ഞിട്ട്. ഈ കോൺഫിഡൻഷ്യൽ മോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പയർസ് ഇൻ 1 വീക്ക്, എക്സ്പയർസ് ഇൻ 1 ഡേ, എക്സ്പയർസ് ഇൻ 1 മന്ത്, 3 മന്ത്, 5 ഇയേഴ്സ്. ഈ രീതിയിലെല്ലാം നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്, നോ SMS പാസ്കോഡ്, SMS പാസ്കോഡ്. നമ്മൾ ഈ SMS പാസ്കോഡ് സെറ്റ് ചെയ്ത് സേവ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നടക്കുക എന്ന് വെച്ചാൽ അടുത്തതായിട്ട് SMS വെരിഫിക്കേഷൻ ഉള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അത് ഒന്നെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഈ ഇമെയിൽ റിസീവ് ചെയ്യുന്ന ആളുടെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഇമെയിൽ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ OTP വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോ SMS പാസ്കോഡാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരും Gmail തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഇമെയിൽ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. ഇനി അവർ Gmail അല്ല ഔട്ട്ലുക്കോ വേറെ ഏതെങ്കിലും ഇമെയിൽ പ്രൊവൈഡറാണ് അവർ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഇമെയിലും കൂടെ വരും, അതിനകത്തായിരിക്കും ഇതിൻ്റെ പാസ്വേഡ് ഉണ്ടാവുക. ഓക്കെ. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ് മെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺഫിഡൻഷ്യൽ മോഡ് ഇവിടെ ഓപ്പൺ ആവും. കോൺഫിഡൻഷ്യൽ മോഡിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പാസ്കോഡ് നമുക്ക് SMS പാസ്കോഡിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനും പറ്റും. താങ്ക് യു.